أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. متكئين فيها على الأرائك لا يرون فيها شمسا ولا زمهريرا ودانية عليهم ظلالها وذللت قطوفها تذليلا ويطاف عليهم بآنية من فضة وأكواب كانت قوارير من فضة قدروها تقديرا ويسقون فيها كأسا كان مزاجها زنجبيلا عينا فيها تسمى سلسبيلا. സദഖല്ലാഹുൽ അദീം. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ഇൻസാനിലെ 13 മുതൽ 18 കൂടി ആയത്തുകളാണ് ഓതിവെച്ചത്. അർത്ഥത്തിലേക്ക് വരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുത്തക്കിഈന ഫീഹാ അലൽ അറായികി. മുത്തക്കിഈന ഫീഹ, അവർ ചാരിയിരിക്കും. അലൽ അറായിക്ക്, അരീക്കത്തുകളിൽ, ചാരുമഞ്ചങ്ങളിൽ, സോഫകളിൽ. അവർ ചാരുമഞ്ചങ്ങളിൽ ചാരിയിരിക്കും. ലാ യറൗന ഫീഹ, അവർക്കതിൽ അനുഭവപ്പെടുകയില്ല, അവരവിടെ കാണുകയില്ല. ശംസൻ, കടുത്ത ചൂടോ, വല സംഹരീറ, കടുത്ത തണുപ്പോ. കടുത്ത ചൂടോ കടുത്ത തണുപ്പോ അവർക്ക് അവിടെ അനുഭവപ്പെടുകയില്ല. വദാനിയത്തൻ അലൈഹിം, അവരുടെ അടുത്തേക്ക് വരും, അഥവാ അവരിലേക്ക് അടുത്ത് നിൽക്കും. ളിലാലുഹ, ആ തോട്ടങ്ങളുടെ തണലുകൾ. ആ തോട്ടങ്ങളുടെ തണലുകൾ അവർക്ക് അടുത്ത് നിൽക്കും. വദുല്ലിലത്ത് ഖുതൂഫുഹ, അതിലെ മധുര ഫലങ്ങൾ തൂങ്ങിക്കിടക്കും. തദ്ലീല, ഒരു തൂങ്ങിക്കിടക്കൽ. അതിലെ തണലുകൾ അവരുടെ അടുത്തേക്ക് വരികയും അതിലെ പഴങ്ങൾ അവർക്ക് മുമ്പിൽ തൂങ്ങി നിൽക്കുകയും ചെയ്യും. വയുതാഫ് അലൈഹിം, അവരെ വലയം വെച്ചുകൊണ്ടിരിക്കും. ബി ആനിയത്തിൻ മീൻ ഫില്ലത്തിൻ, വെള്ളി കൊണ്ടുള്ള പാത്രങ്ങളുമായിട്ട്. വെള്ളി കൊണ്ടുള്ള പാത്രങ്ങളുമായി അവരെ ചുറ്റിക്കൊണ്ടേയിരിക്കും പരിചാരകന്മാർ. അക്വാബിൻ, അതേപോലെ തന്നെ കോപ്പകളുമായിട്ടും. കാനത്ത് ഖവാരീറ, അത് ക്രിസ്റ്റൽ പോലെ അല്ലെങ്കിൽ സ്ഫടികം പോലെ ആയിത്തീർന്നിരിക്കും അവരുടെ മിനുസം കൊണ്ട്. ഖവാരീറ മിൻ ഫില്ലത്തിൻ, വെള്ളി കൊണ്ടുള്ള സ്ഫടികങ്ങൾ. ഖദ്ദറുഹ തഖ്ദീറ, അതിൽ ഒരു പ്രത്യേക അളവിൽ പാനീയങ്ങൾ നിറച്ചിട്ടുണ്ടാവും. ഖവാരീറ മിൻ ഫില്ലത്തിൻ, വെള്ളി കൊണ്ടുള്ള സ്ഫടികങ്ങൾ. ഖദ്ദറുഹ തഖ്ദീറ, അതിലൊരു നിർണിതമായ കണക്ക്, അതിൽ അത്രയും നിറച്ചിട്ടുണ്ടാകും. വയുസ്ഖൗന ഫീഹ, അവരവിടെ വെച്ച് കുടിക്കും. കഅ്സൻ, നിറക്കോപ്പകൾ. കാന മിസാജുഹ സഞ്ചബീല, അതിൻ്റെ ചേരുവ ഇഞ്ചി നീരായിരിക്കും. അവരവിടെ വെച്ച് നിറക്കോപ്പകൾ കുടിപ്പിക്കപ്പെടും. അതിലുള്ള ആ കുടിനീര് അത് ഇഞ്ചിൻ്റെ ചുക്കിൻ്റെ രസമുള്ളതായിരിക്കും. ഐനൻ, ഒരു അരുവിയിൽ നിന്നും അവർ കുടിപ്പിക്കപ്പെടും.
ഫിഹ അവിടെയുള്ള തുസമ്മ സൽസബീല അതിന് സൽസബീൽ എന്നായിരിക്കും പേര് നൽകുന്നുണ്ടാവുക. സൽസബീൽ എന്ന് പേരിട്ട ഒരു അരുവിയിൽ നിന്നും അവർക്ക് വെള്ളം കുടിപ്പിക്കപ്പെടുകയും ചെയ്യും. സ്വർഗത്തിലുള്ള വിഭവങ്ങളെ സംബന്ധിച്ചായിരുന്നു പറഞ്ഞു വന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷമിക്കുന്ന ആളുകൾക്ക് തങ്ങളുടെ കുടുംബത്തെ തങ്ങൾക്ക് തന്നെയും പ്രയാസപ്പെട്ടുകൊണ്ട് മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകുന്ന ആളുകൾക്ക് സ്വർഗീയമായ വിഭവങ്ങൾ പട്ടും നൽകുമെന്നായിരുന്നു കഴിഞ്ഞ ആയത്തിൽ സൂചിപ്പിച്ചത്. ഇവിടെ ചാരുമഞ്ചങ്ങളിൽ ചാരിക്കിടക്കുന്ന അവസ്ഥയിലായിരിക്കും വിശ്വാസികൾ എന്നർത്ഥം. അവർക്കവിടെ മറ്റ് ജോലികളൊന്നുമില്ല, മറ്റൊരു ടെൻഷനുമില്ല, സുഖമായിട്ട് ചാരിക്കിടന്ന് ഉല്ലസിക്കുന്ന അവസ്ഥ. ഈ ലോകത്ത് നിന്ന് ഒരുപാട് കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും അനുഭവിച്ചതുകൊണ്ട് അതിനുള്ള പ്രതിഫലം എന്ന നിലയിൽ അവർക്ക് അവിടെ ചാരുമഞ്ചങ്ങളിൽ സോഫകളിൽ ചാരിക്കിടക്കാനുള്ള സന്ദർഭമുണ്ടാകും. മാത്രമല്ല അവിടെ സൂര്യനും ചന്ദ്രനും കാണുകയില്ല എന്നും ചില റിപ്പോർട്ടുകളിൽ കാണാൻ പറ്റും. അതിൻ്റെ ആവശ്യമില്ല. സ്വർഗത്തിലൊരു പ്രത്യേക വെളിച്ചം ഏത് സമയത്തും നിലനിൽക്കും. കടുത്ത ചൂടവിടെ ഇല്ല, അതേപോലെ തന്നെ കടുത്ത തണുപ്പില്ല. ശരീരത്തിന് പറ്റാത്ത വിധത്തിലുള്ള ഒന്നും അവിടെ ഇല്ല. ശരീരത്തിന് താങ്ങാൻ പറ്റാത്ത ചൂടോ തണുപ്പോ അവിടെ നേരിടേണ്ടി വരില്ല. അതുപോലെ ആ വൃക്ഷങ്ങൾ മുഴുവൻ നിറഞ്ഞ് നിലനിൽക്കുന്ന ആ സ്ഥലത്ത് നിന്ന് അതിൻ്റെ തണൽ അവരുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കും. അഥവാ ആ തണലിൽ അവർക്ക് വിശ്രമിക്കാവുന്നതാണ്. ആ തണൽ അവരുടേത് എന്ന രൂപത്തിൽ അവർക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ പഴവർഗ്ഗങ്ങളാവട്ടെ അത് അവരുടെ മുമ്പിൽ തൂങ്ങിക്കിടക്കും. ഏത് പഴം എത്ര അളവിൽ വേണം എന്ന് വിചാരിച്ചാൽ മതി, ആ പഴം അവരുടെ വായിൻ്റെ അടുത്തേക്ക് കൈകൊണ്ട് പോലും തൊടാണ്ട് വരാത്ത അവസ്ഥയിൽ അത്രയും അടുത്തേക്ക് ആ പഴങ്ങൾ തൂങ്ങിക്കിടക്കും. മധുരം, അങ്ങേയറ്റത്തെ മധുരമുള്ള അങ്ങേയറ്റത്തെ രുചികരമായ പഴവർഗ്ഗങ്ങൾ അവർക്ക് ഏത് തരത്തിലുള്ളതാണോ ആവശ്യമുള്ളത് അതവരിലേക്ക് നീങ്ങി നിൽക്കും. ഇവിടെ ഒരു കാര്യം പ്രത്യേകം സൂചിപ്പിക്കേണ്ടതുണ്ട്. നമ്മൾ അവിടെയുള്ള ഓരോ പഴങ്ങളെ പറ്റി പറയുമ്പോൾ ഇവിടുത്തെ പഴങ്ങളെ പോലെ അല്ലെങ്കിൽ അതുപോലെ എന്നൊക്കെ പറയും. എന്നാൽ അത് ആ പേരുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സ്വർഗീയ ഫലങ്ങളുടെ, സ്വർഗീയ ചേരുവകളുടെ ഒന്നും ഈ ഭൂമിയിൽ ഉണ്ടാവുകയേ ഇല്ല. ഭൂമിയിലുള്ള ഒരു പഴവുമല്ല സ്വർഗത്തിലുള്ളത്. അതിനേക്കാളൊക്കെ എത്രയോ രുചികരമായ, എത്രയോ മനോഹരങ്ങളായ അത്തരത്തിലുള്ള പഴവർഗ്ഗങ്ങളായിരിക്കും അവർക്കവിടെ ലഭിക്കുന്നത് എന്നർത്ഥം. മറ്റൊന്ന് യുത്താഫു അലൈഹിം ബി ആനിയത്തി മിൻ ഫിദ്ദ, വെള്ളി കൊണ്ടുള്ള പാത്രങ്ങളുമായി അവരെ ചുറ്റിക്കൊണ്ടേയിരിക്കും പരിചാരകന്മാർ. സ്വർഗത്തിൽ നിരന്തരമായി നിൽക്കുന്ന, എല്ലാ സമയത്ത് ഏതവസ്ഥയിലും നിങ്ങൾക്ക് എന്ത് വേണമെന്ന് ചോദിച്ചുകൊണ്ട് നടക്കുന്ന പരിചാരകന്മാരുണ്ടാവും. അവർ വെള്ളിയുടെ പാത്രങ്ങളുമായി അവരെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും. അവർ ചുറ്റും ആവശ്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് നടക്കും. അതേപോലെ തന്നെ വെള്ളി കൊണ്ടുള്ള കോപ്പകളും ഉണ്ടാകും. അത് മിനുസപ്പെടുത്തി ചില്ല് കൊണ്ടുള്ളതാണോ എന്ന് തോന്നിപ്പോകുന്ന അവസ്ഥ വരെ ഉണ്ടാകും. അതേ ചില്ലുകൊണ്ടുള്ള ആ ചില്ലും വെള്ളിയും ഏതാണ്ട് സമാനമായിരിക്കും എന്നർത്ഥം. വെള്ളി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കോപ്പകളും അതുപോലെ തന്നെ പാത്രങ്ങളും കണ്ടാൽ അത് ചില്ലുകൊണ്ടുള്ളതാണ് എന്ന് തോന്നിപ്പോകുമെന്നർത്ഥം. അതിൽ ഖദ്ദറുഹ തഖ്ദീറ, അതിൽ നിർണിതമായ അളവിൽ വസ്തുക്കൾ നിറച്ചിട്ടുണ്ടാകും. നമുക്ക് എത്രയാണോ വേണ്ടത് ആ വേണ്ട അളവിൽ അത് നിറഞ്ഞു വരും. നമ്മൾ പോയി നിറച്ച് കുടിക്കേണ്ടതില്ല, നമ്മൾ പോയി നിറച്ച് കൊണ്ടുവന്ന് കഴിക്കേണ്ടതില്ല. നമ്മൾക്ക് ആവശ്യമുള്ള അളവ് എത്രയാണോ ആ അളവിൽ അതിൽ വസ്തുക്കൾ നിറഞ്ഞ രീതിയിലായിരിക്കും സ്വർഗത്തിൽ ഒരുക്കിയിട്ടുണ്ടാവുക. അതേപോലെ യുസ്കാനു ഫിയ കൗസൻ കാന മിസാജുഹ സഞ്ചബീല, ഇഞ്ചി നീര്, ചുക്കിൻ്റെ നീര് കലർന്നിട്ടുള്ള വെള്ളം, അതും അവർ കുടിപ്പിക്കപ്പെടും. മധുര ചഷകങ്ങൾ, ആ കൂട്ടത്തിൽ ആ ഇഞ്ചിൻ്റെ നീര് ചേരുവ കൂടി അടങ്ങിയിട്ടുള്ള, മനസ്സിനും ശരീരത്തിനും ഒക്കെ പാകപ്പെടുത്തിയിട്ടുള്ള വസ്തുക്കൾ അവർക്ക് അവിടെ ലഭ്യമാകും. അതേപോലെ സൽസബീൽ എന്ന് പറയുന്ന ഒരു അരുവി, ആ സൽസബീൽ എന്ന് പറയുന്നത് സിൽസിൽ എന്ന വാക്കിൽ നിന്ന് ഉത്ഭവിച്ചതാണ് എന്നും
അത് എല്ലാ സമയത്തും അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് എന്നും ആ സിൽസിൽ എന്ന ആ വാക്കിൻ്റെ കൂടെ ബ ചേർത്തതാണ് എന്നും അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും നൈരന്തര്യമാണ് അവിടെ സൂചിപ്പിക്കുന്നത്. നിരന്തരം അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഉറവജലം, സൽസബീൽ എന്ന പേരിലുള്ള ഉറവജലവും കൂടിയും അവർക്ക് അവിടെ ലഭിക്കുന്നു എന്നർത്ഥം. ഇങ്ങനെ മനസ്സിനും ശരീരത്തിനും പാകത്തിലുള്ള എല്ലാ വസ്തുവകകളും കിട്ടിക്കൊണ്ട് അവിടെ ചാരുമഞ്ചങ്ങളിൽ ഉല്ലസിച്ചുകൊണ്ട് തണലിൽ വിശ്രമിച്ചുകൊണ്ട് നിൽക്കാവുന്ന അവസ്ഥയിലായിരിക്കും വിശ്വാസികൾ ഉണ്ടാവുക. ആ അവസ്ഥ ലഭ്യമാകാൻ വേണ്ടിയിട്ട് നമ്മൾ നാഥനോട് പ്രാർത്ഥിക്കുക. നമുക്കെല്ലാവർക്കും അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. വാഹൃദാവാനാനി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.